ഇന്ന് ഞാൻ എൻ്റെ രീതിക്കുള്ളൊരു മീൻ കറി കേട്ടോ. അപ്പോൾ അയലയാട്ടോ മേടിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓണത്തിൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ. ഞാൻ ഇന്നാ പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. അതിൻ്റേതായ ക്ഷീണം ഞങ്ങളുടെയൊക്കെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കും. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാട്ടോ. ഞാൻ ചതച്ചിടണേ, അപ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കിട്ടുള്ളൂ. അപ്പോൾ അത് ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ മുളകും കരിവേപ്പിലയും രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വഴറ്റു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കും കേട്ടോ. വേറെ ചട്ടിക്കകത്ത് വഴറ്റിയൊന്നുമല്ല, നമ്മുടെ മൺചട്ടിക്കകത്ത് തന്നെ ഇങ്ങനെ വെക്കും കേട്ടോ. നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും 3 പൊടികളും കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് മൂക്കണം കേട്ടോ. കളറ് നല്ല മീൻ കറിക്ക് നല്ല കളറ് വേണമെങ്കിലും പിന്നെ മീൻ കറിക്ക് പുളിയൊക്കെ ഇടുന്നതുകൊണ്ട് കുത്തലൊന്നും വരില്ല. എന്നാലും കളറൊക്കെ നന്നായിട്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ പൊടി മൂത്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു നല്ല റെഡ് കളറിലിരിക്കും. ഇത് ഇച്ചിരി ഒരു മെറൂൺ പോലത്തെ റെഡ് ഇരിക്കും. പിന്നെ അതിനകത്തേക്ക് നമ്മൾ പുളിയിടും. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഉപ്പും പുളി ഞാൻ ഒന്നിച്ചാട്ടോ ഇടുന്നത്. ഇത് ഞാൻ ഉപ്പ് ഞാൻ അതിന് ശേഷം ഇട്ട് കൊടുത്തത്. ഞാൻ ഉപ്പും പുളി ഒന്നിച്ചിട്ടിട്ട് തിളയ്ക്കുമ്പം മീനിട്ട് കൊടുക്കും. അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് മൂടി വെക്കാതെ 2 രീതിക്കും വേവിക്കാറുണ്ട്. മീൻ മൂടി വെക്കേണ്ട ആവശ്യമില്ല എന്ന് അമ്മച്ചി പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മൂടാറുമില്ല, ചിലപ്പോൾ മൂടുകയും ചെയ്യും. പിന്നെ ഇന്ന് ഞാൻ ചുമ്മാ കറിവേപ്പില കുറച്ച് അധികം ഉള്ളതിൻ്റെ ഇതിൽ ഞാൻ 2 കരിവേപ്പില അങ്ങനെ ഒരു തണ്ടോട് കൂടി ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് മീൻ വറുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ഓണത്തിൻ്റെ പപ്പടം കാച്ചിയ എണ്ണ കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടം കാച്ചിയ എണ്ണ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് മീൻ വറുക്കാൻ എടുക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അല്ലേ യൂസ് ചെയ്യുള്ളൂ. മീൻ വറുക്കുമ്പോൾ അതങ്ങ് തീർന്നു പൊക്കോളും. അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും റെഡിയായി. ഫുഡ് കഴിച്ചു കേട്ടോ.